Hello everyone. ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത് പി ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പ്ലസ് വണ്ണിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ തന്നെ പി ബ്ലോക്കിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് 13 to 18 വരെയുള്ള എലമെന്റ്സിനെ പറയുന്ന പേരാണ് പി ബ്ലോക്ക് എലമെന്റ്സ്. ഗ്രൂപ്പ് 13, ഗ്രൂപ്പ് 14, ഗ്രൂപ്പ് 15, ഗ്രൂപ്പ് 16, 17, 18 വരെയുള്ള ഗ്രൂപ്പ്സ്. ഈ എലമെന്റ്സിനെ മൊത്തം പറയുന്ന പേരാണ് പി ബ്ലോക്ക് എലമെന്റ്സ്. അതിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് NS2 NP126 ആണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പ് 13 കുറിച്ച് നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് 14 കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇനി ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് ഇനി ഗ്രൂപ്പ് 15 കുറിച്ചാണ്. ഗ്രൂപ്പ് 15, ഗ്രൂപ്പ് 16, ഗ്രൂപ്പ് 17, 18. ഗ്രൂപ്പ് 15 എന്താണ്? നൈട്രജൻ. ഗ്രൂപ്പ് 16 ഓക്സിജൻ. കാർബൺ ഫാമിലി ഉണ്ട്, നൈട്രജൻ ഫാമിലി, ഓക്സിജൻ, ബോറോൺ ഫാമിലി ആണ് ആദ്യം, പിന്നെ കാർബൺ ഫാമിലി, നൈട്രജൻ ഫാമിലി, ഓക്സിജൻ ഫാമിലി, ഹേലോജൻ ആൻഡ് നോബിൾ ഗ്യാസ് ഫാമിലി. ഓക്കെ, അപ്പോൾ നമ്മൾ ബോറോൺ ഫാമിലിയും കാർബൺ ഫാമിലിയും നമ്മൾ ആദ്യം തന്നെ ഗ്രൂപ്പ് 13 ഗ്രൂപ്പ് 14 നമ്മൾ പഠിച്ചു കഴിഞ്ഞു പ്ലസ് വണ്ണിൽ. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളതാണ് ഗ്രൂപ്പ് 15 നൈട്രജൻ ഫാമിലി. അപ്പോൾ നൈട്രജൻ ഫാമിലിനെ കുറിച്ച് പഠിക്കണം. ഇനി ഓക്സിജൻ ഫാമിലി, ഹേലോജൻസ് ആൻഡ് നോബിൾ ഗ്യാസ്. അപ്പോൾ നമുക്കറിയാം പി ബ്ലോക്ക് ഓഫ് ദ പീരിയോഡിക് ടേബിൾ കംപ്രൈസസ് 6 ഗ്രൂപ്പ്സ്. ഗ്രൂപ്പ് 13 to 18 വരെയുള്ള ഗ്രൂപ്പ്സിനെ പറയുന്ന പേരാണ് പി ബ്ലോക്ക് എലമെന്റ്സ്. ദ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ എലമെന്റ്സ് പ്രസന്റ് ഇൻ ദ പി ബ്ലോക്ക് ഈസ് NS2 NP126. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണിത്. ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 NP126. പക്ഷേ എന്താണ്, ഓരോ ഗ്രൂപ്പിനും വേറെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ എല്ലാ ഗ്രൂപ്പിനും കൂടി ഒരു ജനറൽ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഇത്. നമുക്ക് അടുത്ത നൈട്രജൻ ഫാമിലിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് പറയാം. ഓക്കെ, ഗ്രൂപ്പ് 15 elements. The elements of the nitrogen family. The elements of the nitrogen family, that is the group 15, include nitrogen, phosphorus, arsenic, antimony and bismuth. നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി ആൻഡ് ബിസ്മസ്. പീരിയോഡിക് ടേബിളിന്റെ ഈ ഭാഗത്തായിട്ടാണ് നൈട്രജൻ ഫാമിലി കിടക്കുന്നത്. അപ്പോൾ നൈട്രജൻ ഫാമിലിയിൽ എന്തൊക്കെ എലമെന്റ്സ് ഉണ്ട്? നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി ആൻഡ് ബിസ്മത്ത്. നൈട്രജൻ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു മൂലകമാണ് നൈട്രജൻ. അതുപോലെ ഫോസ്ഫറസ് ഒക്കെ പ്ലാന്റ്സിലും മിനിമൽസിലും ഒക്കെ കാണപ്പെടുന്ന ഒന്നാണ് ഫോസ്ഫറസ്. അതുപോലെ ആർസനിക്, ആന്റിമണി, ബിസ്മത്ത് ഇതൊക്കെ എന്താണ്, സൾഫൈഡ് മിനറൽസ് ഒക്കെ ആയിട്ട് നമ്മുടെ നേച്ചറിൽ കാണപ്പെടുന്ന ഒന്നാണ്. ഓക്കെ, അധികം വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇനി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഗ്രൂപ്പ്. അതായത് നൈട്രജൻ ഫാമിലിയിലത്തെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പഠിച്ച, അതായത് പ്ലസ് വണ്ണിലൊക്കെ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് മറ്റേ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ആറ്റോമിക് ആൻഡ് അയോണിക് റേഡിയയും അയോണൈസേഷൻ എന്താൽപ്പിയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ സെയിം തന്നെയാണ് ഇതിലും വരുന്നത്. ഓക്കെ, ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നൈട്രജന്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞ He2S2 2p3. ഹീലിയത്തിന്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും പ്ലസ് എന്താണ് 2s2 2p3. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാനുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നൈട്രജൻ ഫാമിലിയിൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് NS2 NP3 ആണ്. NS2 NP3. ഓക്കെ, അത് ഓരോ പീരീഡിനനുസരിച്ച് ഈ നമ്പർ മാത്രമേ മാറുന്നുള്ളൂ. പീരീഡ് നമ്പർ ഈ നമ്പർ മാത്രമേ മാറുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ NS2 NP3 ആണ്. N മാത്രമേ മാറുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് NS2 NP3 ആണ്. ഫോസ്ഫറസിനെ നോക്കിയാൽ 3s2 3p3, ആർസനിക് 3d10 4s2 4p3, ആന്റിമണിയുടെ 4d10 5s2 5p3, ബിസ്മത്തിന്റെ 4f14 5d10 6s2 6p3. അപ്പൊ ഇതിൽ വേറൊരു കാര്യം കൂടി നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ചാൽ, നൈട്രജനും ഫോസ്ഫറസിലും D ബ്ലോക്ക് ഇല്ല.
ആർസെനിക്കിലും ആന്റിമണിയിലും ബിസ്മത്തിലും D ബ്ലോക്ക് ഉണ്ട്, പിന്നെ ബിസ്മത്തിൽ F ബ്ലോക്ക് ഉണ്ട്. അപ്പൊ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, നൈട്രജനിലും ഫോസ്ഫറസിലും D ബ്ലോക്ക് ഇല്ല. ആർസെനിക്കില് D ബ്ലോക്ക് ഉണ്ട്, ആന്റിമണിയിൽ D ബ്ലോക്ക് ഉണ്ട്, പക്ഷെ ബിസ്മത്തിലാണെങ്കിൽ Dയും Fഉം ഉണ്ട്. ഈ Dയും F ബ്ലോക്കിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. Dയും Fഉം അതെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അപ്പോൾ അതൊക്കെ ഇതിന്റെ പ്രോപ്പർട്ടീസിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ നൈട്രജന്റെ ആണെങ്കിൽ വളരെ സ്മോൾ സൈസ് ഒക്കെയാണ്, സ്മോൾ സൈസ് ആണ്, ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആണ് നൈട്രജൻ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അതിന്റെ പ്രോപ്പർട്ടീസിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആർസെനിക്കിന്റെയും ആന്റിമണിയുടെയും ബിസ്മത്തിന്റെ ഒക്കെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. DMF ഒക്കെ ഉള്ളതുകൊണ്ട് അതിന്റെ പ്രോപ്പർട്ടീസ് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഈ D and F ബ്ലോക്ക്. ഓക്കെ, അപ്പോ നമുക്കിനി അടുത്തതിലേക്ക് കടക്കാം. അയോണൈസേഷൻ എൻതാൽപ്പി. അയോണൈസേഷൻ എൻതാൽപ്പി നമുക്കറിയാം. അയോണൈസേഷൻ എൻതാൽപ്പി വാല്യൂസ് ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ സൈസ്. സൈസ് കൂടുന്നതനുസരിച്ച് അയോണൈസേഷൻ എൻതാൽപ്പി കുറഞ്ഞു വരുന്നു. ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി വളരെ ചെറുതായിരിക്കും, തേർഡ് അയോണൈസേഷൻ എൻതാൽപ്പി വളരെ വലുതായിരിക്കും. അതും ഓർത്തിരിക്കുക. അയോണൈസേഷൻ എൻതാൽപ്പിയുടെ കേസൊക്കെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് അറിയാവുന്നതാണ്. +1 തന്നെ നമ്മൾ പഠിച്ചിരുന്ന ഒന്നാണ് അയോണൈസേഷൻ എൻതാൽപ്പി. സൈസ് കൂടുന്നതിനനുസരിച്ച് അയോണൈസേഷൻ എൻതാൽപ്പി കുറയും. അതുപോലെ തന്നെ ഗ്രൂപ്പ് 15ഉം ഗ്രൂപ്പ് 16ഉം അപേക്ഷിച്ച് ഗ്രൂപ്പ് 14ഉം ഗ്രൂപ്പ് 16ഉം അപേക്ഷിച്ച് ഗ്രൂപ്പ് 15ന് ഹയർ അയോണൈസേഷൻ എൻതാൽപ്പി ആണുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഹാഫ് ഫിൽഡ് സ്റ്റേബിൾ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ, അതായത് NH2 NP3 ആണ്. NP3 അതാണ്. NP3 എന്ന് പറയുമ്പോൾ എന്താണ്? ഹാഫ് ഫിൽഡ് ആണ്. ഹാഫ് ഫിൽഡ് എന്ന് പറയുമ്പോൾ അതിന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ആണ്. ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് എന്ന് പറയുമ്പോൾ അതിന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ആയതുകൊണ്ട് തന്നെ അതിന്റെ അയോണൈസേഷൻ എൻതാൽപ്പി വളരെ കൂടുതലാണ്. അതായത് അതിനെ അയോണായിട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എനർജി വളരെ കൂടും. കാരണം സ്റ്റേബിൾ ആണ്, എക്സ്ട്രാ സ്റ്റേബിൾ ആണ്. എക്സ്ട്രാ സ്റ്റേബിൾ ആകുമ്പോൾ നമ്മൾ എനർജി വളരെയധികം കൂടും. അതായത് അയോണൈസേഷൻ എൻതാൽപ്പി വളരെയധികം കൂടും സ്റ്റേബിൾ ആവുമ്പോൾ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അയോണൈസേഷൻ എൻതാൽപ്പി എന്താണ്? ഒരു ആറ്റത്തിനെ അതിന്റെ ഇതിൽ നിന്ന് വിടിയിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ ഷെൽസിൽ നിന്ന് പുറത്തേക്ക് തള്ളാൻ വേണ്ടി നമ്മൾ എക്സേർട്ട് ചെയ്യുന്ന എനർജിയാണ് അയോണൈസേഷൻ എൻതാൽപ്പി. ഈ അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് വളരെയധികം സ്റ്റേബിൾ ആയ ഒന്നിനെ നമുക്ക് ഇഷ്ടം പോലെ എനർജി കൊടുക്കേണ്ടി വരും. അതിന്നൊരു ആറ്റം വിടിയിപ്പിക്കാൻ വേണ്ടിയിട്ട്, ആ ഷെല്ലിൽ നിന്ന് വിടിയിപ്പിക്കാൻ വേണ്ടിയിട്ട് ധാരാളം എനർജി കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അയോണൈസേഷൻ എൻതാൽപ്പി മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ അയോണൈസേഷൻ എൻതാൽപ്പി വളരെ കൂടുതലാണ്. ഗ്രൂപ്പ് 14 ഗ്രൂപ്പ് 16 ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗ്രൂപ്പ് 15 വളരെ കൂടുതലായത് എന്തുകൊണ്ടാണ്? സ്റ്റേബിൾ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇനി ആറ്റോമിക് റേഡിയൈ നമുക്കറിയാം. നൈട്രജൻ ഏറ്റവും കുറവാണ്, പിന്നെ ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത്, ഇങ്ങനെ ഗ്രൂപ്പ് താഴേക്ക് വരുന്തോറും ആറ്റോമിക് റേഡിയൈ കൂടിക്കൊണ്ടുവരുന്നു. ഓക്കെ, ഇത് പ്രീവിയസ് ഗ്രൂപ്പ് ആണ്, ബോറോൺ ഫാമിലി. ബോറോൺ ഫാമിലിക്ക് എന്തായിരുന്നു? ആറ്റോമിക് റേഡിയൈ എന്താണ്? നൈട്രജൻ ഫാമിലിനേക്കാളും കൂടുതലാണ്. പക്ഷെ എന്താണ്? കാർബൺ ഫാമിലിക്ക് ആറ്റോമിക് റേഡിയൈ കൂടുതലാണ്. അതായത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൂടുതലാണ്. മൂവിങ് ഡൗൺ ദ ഗ്രൂപ്പ് ദ ആറ്റോമിക് റേഡിയൈ ഈസ് എക്സ്പെക്ടഡ് ടു ഇൻക്രീസ്. താഴേക്ക് പോകുന്തോറും ആറ്റോമിക് റേഡിയൈ കൂടി വരും. കൂടി വരും. അക്രോസ് ദ പീരീഡ് ആറ്റോമിക് റേഡിയൈ ഡിക്രീസ്. ആറ്റോമിക് റേഡിയൈ കുറഞ്ഞു വരും. ഓക്കെ, പീരീഡിന് പോകുന്നതോറും ആറ്റോമിക് റേഡിയൈ കുറഞ്ഞു വരും. താഴേക്ക് പോകുന്തോറും ആറ്റോമിക് റേഡിയൈ കൂടി വരും. Arsenic to bismuth, only small increase in radius is observed due to the ineffective shielding of filled d or and f orbital. അതായത് ആന്റിമണി, ആർസെനിക് നിന്ന് ബിസ്മത്തിലേക്ക് വരുമ്പോൾ സ്മോൾ ഇൻക്രീസ് ആണ് ഉണ്ടാവുന്നത്, കുറച്ച് ഇൻക്രീസ് ആവുന്നത്. ഇതുപോലെ കൂടുതൽ ഇൻക്രീസ് ഉണ്ടാവുന്നത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്യൂ ടു ഇൻഎഫക്റ്റീവ് ഷീൽഡിംഗ് ഓഫ് ഡി ആൻഡ് എഫ് ഓർബിറ്റൽസ്. ഡി ആൻഡ് എഫ് ഓർബിറ്റൽസ് നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഡി ആൻഡ് എഫ് ഓർബിറ്റൽസിന് ഇൻഎഫക്റ്റീവ് ഷീൽഡിംഗ് കാരണമാണ് എന്താണ് ഇത് നേരിയ ഇൻക്രീസ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, സ്മോൾ ഇൻക്രീസ് ഉണ്ടാവുന്നുള്ളൂ ആറ്റോമിക് റേഡിയയിൽ. ഓക്കെ, അതുകൊണ്ടാണ്. മനസ്സിലായെന്ന് കരുതുന്നു. അതായത്
ഡി ആൻഡ് എഫ് ഓർബിറ്റൽസിന്റെ ഇൻഎഫക്റ്റീവ് ഷീൽഡിങ് കാരണം സ്മോൾ ഇൻക്രീസ് ആണ് ഉണ്ടാവുന്നത് ആറ്റോമിക് റേഡിയയ്ക്ക് ഫ്രം ആർസെനിക് ടു ബിസ്മത്ത്. ആർസെനിക് ടു ബിസ്മത്തിലേക്ക് സ്മോൾ ഇൻക്രീസ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, പക്ഷെ നൈട്രജൻ ഫോസ്ഫിനൊക്കെ ലാർജ് ഇൻക്രീസ് ഉണ്ടാവുന്നത് കാരണം അവിടെ ഡി ആൻഡ് എഫ് ഓർബിറ്റൽസ് ഒന്നും ഇല്ല. ഓക്കെ, ഇലക്ട്രോനെഗറ്റിവിറ്റി down the group electronegativity decreases. Electronegativity കുറഞ്ഞു വരുന്നു. Nitrogen is the most electronegative element of the group. Nitrogen forms hydrogen bonds. അതായത് നൈട്രജൻ ആണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള ഏറ്റവും കൂടുതൽ നൈട്രജൻ ആണ് ഹൈഡ്രജൻ ബോൺസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞു, ആറ്റോമിക് അയോണിക് റേഡിയോ പറഞ്ഞു, അയോണൈസേഷൻ എൻതാൽപി പറഞ്ഞു, ഇപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത പറയാൻ ഉദ്ദേശിക്കുന്നതാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഈ ഗ്രൂപ്പ് 15 എലമെന്റ്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ കുറച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, N2 is a diatomic gas, all others are solid. അപ്പോൾ ഡൈനൈട്രജൻ N2 എന്ന് പറയുന്നത് ഒരു ഡയാറ്റോമിക് ഗ്യാസ് ആണ്. അതേഴ്സ് ഒക്കെ എന്താണ്? ബാക്കിയുള്ളതൊക്കെ എന്താണ്? സോളിഡ് ആണ്. മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. മെറ്റാലിക് ക്യാരക്ടർ ഈ ഗ്രൂപ്പിന്റെ മെറ്റാലിക് ക്യാരക്ടർ താഴേക്ക് വരുന്തോറും കൂടുതലാണ് ചെയ്യുന്നത്. കാരണം നോക്കിയേ, നൈട്രജനും ഫോസ്ഫറസും നോൺ മെറ്റൽസ് ആണ്. ആർസനിക്കും ആന്റിമണിയും മെറ്റലോയിഡ്സ് ആണ്. ബിസ്മത്ത് മെറ്റൽ ആണ്. അപ്പോൾ ബിസ്മത്തിലേക്ക് വരുന്തോറും എന്താണ്? മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ആയിട്ട് വരികയാണ്. ഓക്കെ, അതുകൊണ്ടാണ് മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നോൺ മെറ്റൽസും മെറ്റലോയിഡ്സും മെറ്റൽസ് ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ് പി ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ, അപ്പൊ ഈ ഗ്രൂപ്പ് 15ല് നൈട്രജനും ഫോസ്ഫറസും നോൺ മെറ്റൽസ്, ആർസനിക് ആന്റിമണി മെറ്റലോയിഡ്സ്, ബിസ്മത്ത് മെറ്റൽ ആണ്. ബോയിലിംഗ് പോയിന്റ്സ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ബോയിലിംഗ് പോയിന്റ്സ് അതായത് ഗ്രൂപ്പ് 15ന്റെ ബോയിലിംഗ് പോയിന്റ്സ് എന്താണ്? കൂടും. താഴേക്ക് വരുന്തോറും, ഗ്രൂപ്പിൽ നിന്ന് താഴേക്ക് വരുന്തോറും കൂടുന്നതായിരിക്കും. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത്, മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസസ് അപ് ടു ആർസനിക് ആൻഡ് ദെൻ ഡിക്രീസസ് അപ് ടു ബിസ്മത്ത്. അതായത് മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് നമ്മൾ പറഞ്ഞു കൂടുന്നു പറഞ്ഞു, പക്ഷെ മെൽറ്റിംഗ് പോയിന്റ് ആദ്യം കുറച്ച് കൂടും, ആർസനിക് വരെ കൂടും, പിന്നെ കുറയും, ബിസ്മത്തിലേക്ക് പോകുന്നോറും പിന്നെ കുറയും. ഓക്കെ, അതൊന്ന് നോക്കി വയ്ക്കാം. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആണ്, ഓൾ ദി എലമെന്റ്സ് ഷോ അലോട്രോപ്പി എക്സെപ്റ്റ് നൈട്രജൻ. നൈട്രജൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ എലമെന്റ്സും അലോട്രോപ്പിക് ആണ്. അലോട്രോപ്പി എന്ന് എന്താണ്? The existence of 2 or more different physical forms of a chemical element. അതായത് ഒരു കെമിക്കൽ എലമെന്റ് പല ഫിസിക്കൽ ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ കണ്ടീഷനെ പറയുന്ന അതിന്റെ പ്രത്യേകതയെ പറയുന്ന പേരാണ് അലോട്രോപ്പി. ഓക്കെ, അപ്പോൾ ഈ നൈട്രജൻ ഫാമിലിയിലുള്ള നൈട്രജൻ ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ എലമെന്റ്സും എന്താണ്? അലോട്രോപ്പി കാണിക്കും. നൈട്രജൻ ഒരിക്കലും കാണിക്കില്ല. ഓക്കെ, ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു, മെൽറ്റിംഗ് പോയിന്റ് പറഞ്ഞു, ബോയിലിംഗ് പോയിന്റ് പറഞ്ഞു, പിന്നെന്താണ്? മെറ്റാലിക് ക്യാരക്ടർ പറഞ്ഞു, പിന്നെ എന്താണ്? ഡൈനൈട്രജൻ ഗ്യാസ് സ്റ്റേറ്റിലാണ്, ബാക്കിയുള്ളതൊക്കെ സോളിഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അതിന്റെ കുറച്ച് കെമിക്കൽ പ്രോപ്പർട്ടി, ഇതൊക്കെ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഇനി അതിന്റെ കുറച്ച് കെമിക്കൽ പ്രോപ്പർട്ടീസ്, പ്രത്യേകിച്ച് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചൊന്ന് നോക്കാം. അതാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. Common oxidation state are -3, +3 and +5. Group 15 elements in the common oxidation state എന്ന് പറയുന്നത് -3ഉം +3ഉം +5 ആണ്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. Stability of +5 oxidation state decreases down the group. അതായത് +5 oxidation state ഗ്രൂപ്പിന്റെ താഴേക്ക് പോകുന്നതോറും സ്റ്റെബിലിറ്റി, +5 oxidation സ്റ്റേറ്റിന്റെ സ്റ്റെബിലിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അത് ഓർത്തു വയ്ക്കാം. അതുപോലെ തന്നെ the tendency to exhibit -3 oxidation state decreases down the group, but +3 oxidation state increases due to inert pair effect down the group. നമുക്കിത് ഓർത്തു വയ്ക്കാം. -3ഉം +5ഉം അതിന്റെ എന്താണ്? ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ സ്റ്റെബിലിറ്റിയും എന്താണ്? കുറയുകയാണ് ചെയ്യുന്നത്. ഡൗൺ ദ ഗ്രൂപ്പ് കുറയുന്നു, പക്ഷെ +3 മാത്രമാണ് കൂടുന്നത് ഡ്യൂ ടു ഇനേർട്ട് പെയർ ഇഫക്റ്റ്. ഇനേർട്ട് പെയർ ഇഫക്റ്റ് കാരണം +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്
ഗ്രൂപ്പിൽ നിന്ന് താഴേക്ക് പോകുന്നവരും +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമാണ് കൂടുന്നത്. അതിന്റെ ടെൻഡൻസി +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിബിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി മാത്രം കൂടുന്നു ഡ്യൂ ടു ഇനേർട്ട് പെയർ ഇഫക്റ്റ്. ബാക്കിയുള്ള -3ഉം +5ഉം ഒക്കെ കുറയുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ റീസൺ ആണ് ഇൻക്രീസ് ഇൻ സൈസ് ആൻഡ് മെറ്റാലിക് ക്യാരക്ടർ. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ സൈസ് കൂടുന്നു, പിന്നെ അതുപോലെ തന്നെ മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ടെൻഡൻസി, ഇങ്ങനെ ഒരു പ്രത്യേകത അത് കാണിക്കുന്നത്. ഓക്കെ, ഇൻക്രീസ് ഇൻ സൈസ് ആൻഡ് മെറ്റാലിക് ക്യാരക്ടർ. ഓക്കെ, ഇനി നൈട്രജന്റെ കേസ് കുറച്ചും കൂടി സ്പെഷ്യൽ ആണ്. ബാക്കിയുള്ള -3 +3 +5 പോലെയല്ല നൈട്രജൻ കാണിക്കുന്നത്. നൈട്രജൻ ക്യാൻ എക്സിബിറ്റ് +1 +2 and +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഈ +1 +2 +4 ഓക്സിഡേഷൻ സ്റ്റേറ്റും കൂടി കാണിക്കാൻ നൈട്രജന് പറ്റും. ഫോസ്ഫറസ് ആണെങ്കിലോ +1ഉം +4ഉം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻ സം ഓക്സോ ആസിഡ്സ്. ചില ഓക്സോ ആസിഡ്സിൽ +1 +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റും. All oxidation states from +1 to +4 of the nitrogen tends to disproportionate in acid solution. അപ്പോൾ വെറുതെ അറിഞ്ഞു വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി നോക്കിയാൽ നൈട്രജൻ ക്യാൻ എക്സിബിറ്റ് +1 +4 +2 and +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതുപോലെ ഫോസ്ഫറസ് എന്താണ് +1 +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സം ഓക്സോ ആസിഡ്സിൽ +1 +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റും. പക്ഷെ ജനറലി -3 +3 and +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആണ് ഈ എലമെന്റ്സ് കാണിക്കുന്നത്. പക്ഷെ നൈട്രജൻ ഒന്ന് സ്പെഷ്യൽ ആണ്. അതിന്റെ കാര്യങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് ദ അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് നൈട്രജൻ. നൈട്രജൻ ഈ ഫാമിലിയുടെ ഭാഗമാണെങ്കിലും ചില പ്രോപ്പർട്ടീസ് വളരെയധികം ഡിഫറെന്റ് ആണ് നൈട്രജൻ. ബാക്കിയുള്ള എലമെന്റ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത്, ഈ എലമെന്റ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നൈട്രജന്റെ പ്രോപ്പർട്ടീസ് കുറച്ച് ഡിഫറെന്റ് ആണ്. കാരണങ്ങളുണ്ട്, ധാരാളം കാരണങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. അടുത്ത അതാണ് പറയുന്നത്. Anomalous properties of nitrogen. Due to small size, high electronegativity, high ionization enthalpy and non-availability of d orbitals. എന്തുകൊണ്ടാണ് anomalous properties കാണിക്കുന്നത്? ബാക്കിയുള്ള എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസിന് ഡിഫറെന്റ് ആയിട്ട് നൈട്രജൻ എന്തുകൊണ്ടാണ് വേറെ പ്രോപ്പർട്ടീസ് കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇതാണ്. സ്മോൾ സൈസ് ആണ്, വളരെ ചെറിയ സൈസ് ആണ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ്, ഹൈ അയണൈസേഷൻ എൻതാൽപ്പി ആണ്, ആൻഡ് നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽസ്. ഡി ഓർബിറ്റൽസ് ഇല്ല, ഹൈ അയണൈസേഷൻ എൻതാൽപ്പി, അതുകൊണ്ടൊക്കെയാണ് അനോമലസ് പ്രോപ്പർട്ടീസ് നൈട്രജൻ കാണിക്കുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ്, പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ N2 is unreactive, inert due to strong p-pi bond. അപ്പോ N2 ഡൈനൈട്രജൻ എന്ന് പറയുന്നത് ഇനേർട്ട് ആണ്, അൺറിയാക്റ്റീവ് ആണ്, റിയാക്ട് ചെയ്യില്ല, ബാക്കിയുള്ള പോലെയല്ല, റിയാക്ട് ചെയ്യില്ല due to strong p-pi bond ഉള്ളതുകൊണ്ട്. Okay. Other elements of group do not form strong p-pi as their atomic orbitals are large to diffuse, so they cannot have effective overlapping. അതായത് സ്മോൾ സൈസ് ഉള്ളതുകൊണ്ട് തന്നെ ഡൈനൈട്രജന് p-pi ബോണ്ട്സ് കാണിക്കാൻ പറ്റും, p-pi ബോണ്ട് കാണിക്കാൻ പറ്റും. ബാക്കിയുള്ള അതിനൊന്നും കാണിക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിന് ലാർജ് സൈസ് ആണ്. അപ്പൊ ഓവർലാപ്പിംഗ് ഒന്നും പോസിബിൾ അല്ല. ഓവർലാപ്പിംഗ് പോസിബിൾ അല്ലാത്തത് കൊണ്ട് ബാക്കിയുള്ള ലാർജർ എലമെന്റ്സ് കാണിക്കില്ല. പക്ഷെ സ്മോളർ എലമെന്റ്സ് ആയ നൈട്രജൻ ഒക്കെ p-pi കാണിക്കുന്നതുകൊണ്ട് അത് വളരെ ഡിഫറെന്റ് ആണ്. നൈട്രജൻ cannot form d-pi and d-pi bond and the maximum covalency of 4. അതായത് നമ്മൾ പറഞ്ഞു ബാക്കിയുള്ള എലമെന്റ്സ് ആന്റിമണി, ആർസനിക്, ബിസ്മത്ത് ഇതുപോലെയുള്ള എലമെന്റ്സിന് d-pi ബോണ്ട്സും d-pi ബോണ്ടും കാണിക്കാൻ പറ്റും. കാരണം അതിൽ ഡി ഓർബിറ്റൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് കാണിക്കാൻ പറ്റും. പക്ഷേ നൈട്രജൻ തന്നെ കാണിക്കാൻ പറ്റില്ല, കാരണം ഡി ഓർബിറ്റൽസ് ഇല്ല. ആൻഡ് മാക്സിമം കോവാലൻസി എന്ന് പറയുന്നത്, നൈട്രജന്റെ മാക്സിമം കോവാലൻസി എന്ന് പറയുന്നത് 4 ആണ്. ഡ്യൂ ടു നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽസ്. ഡി ഓർബിറ്റൽസ് ഇല്ലാത്തതുകൊണ്ട് മാക്സിമം കോവാലൻസി 4 ആണ്. അതുപോലെ നൈട്രജൻ cannot form R3p = 0 type compounds or R3p = CH2. ഒരു തരത്തിലുള്ള കോമ്പൗണ്ട്സ് ആണ്. അതായത് ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി ഇതുപോലെയുള്ള എന്താണ് ബാക്കിയുള്ള എലമെന്റ്സ്, ബാക്കിയുള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്യാൻ നൈട്രജന് പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? മാക്സിമം കോവാലൻസി 4 ആയതുകൊണ്ട്. വേറൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് കാറ്റിനേഷൻ ടെൻഡൻസി ഈസ് വീക്കർ. കാറ്റിനേഷൻ ടെൻഡൻസി വീക്കർ ആയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ നൈട്രജൻ
നൈട്രജൻ സിംഗിൾ ബോണ്ട് എന്ന് പറയുന്നത് വളരെയധികം വീക്കർ ബോണ്ട് ആണ് കമ്പയർ ടു ഫോസ്ഫറസ് സിംഗിൾ ബോണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നൈട്രജൻ സിംഗിൾ ബോണ്ടില് ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ സ്മോൾ ബോണ്ട് ലെങ്ത് ആണ്. അപ്പൊ സ്മോൾ ബോണ്ട് ലെങ്ത് അതുപോലെ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഒക്കെ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ എന്താണ് കാറ്റിനേഷൻ ടെൻഡൻസി വളരെയധികം വീക്കർ ആണ് നൈട്രജനിൽ. ഓക്കെ, അത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരു പറഞ്ഞുതരാം. ഇതിപ്പോ ബാക്കിയുള്ളതും കൂടി നോക്കാം. റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹൈഡ്രജൻ. ഓക്കെ, ഇനി നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ പഠിച്ചു. ഇനി അതിന്റെ റിയാക്ടിവിറ്റിയും കൂടി നോക്കണം. റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹൈഡ്രജൻ, റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഓക്സിജൻ, റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹാലോജൻ, റിയാക്ടിവിറ്റി ടുവേർഡ്സ് മെറ്റൽസ്. ഈ കാര്യങ്ങളും കൂടി നമുക്കൊന്ന് നോക്കണം. അപ്പോ റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹൈഡ്രജൻ, ഹൈഡ്രൈഡ്സ് ഹാവ് എ ഫോർമുല ഓഫ് EH3. ഓക്കെ, EH3 ആണ് അതിന്റെ ഫോർമുല വരിക. Bond dissociation enthalpy decreases down the group. Small size and overlap better with H and overlap become less effective with increase in the size of the atom. Bond dissociation enthalpy എന്ന് പറയുന്നത് വളരെ കുറയും. നൈട്രജനിൽ നിന്ന് താഴോട്ട് പോകുന്തോറും ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി കുറയും. നൈട്രജന് സ്മോൾ സൈസ് ആയതുകൊണ്ട് ഹൈഡ്രജനായിട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഓവർലാപ്പ് ചെയ്യാൻ പറ്റും കമ്പയർഡ് ടു അതർ എലമെന്റ്സ്. ഓക്കെ, stability of hydrides decreases from NH3 to BiH3 due to decrease in the bond dissociation enthalpy. Bond dissociation enthalpy കുറയുന്നു ഞാൻ പറഞ്ഞു. അപ്പൊ എന്താണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ള കോമ്പൗണ്ട് എന്താണ്? NH3 ആണ്. അപ്പൊ അതിന് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി കുറവാണ് അല്ലേ? പക്ഷെ BiH3ക്ക് വളരെ കൂടുതലാണ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി വളരെ കുറവാണ്. ഓക്കെ, NH3ക്ക് എന്താണ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി കൂടുതലാണ്. അതായത് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി കുറയുകയാണ് ചെയ്യുന്നത് താഴോട്ട് പോകുന്തോറും. NH3 ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് കമ്പയർ ടു BiH3. അപ്പൊ സ്റ്റെബിലിറ്റി NH3ക്ക് ആയിരിക്കും, അമോണിയക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഹൈഡ്രൈഡ്സിൽ. The reducing character of the hydride increases down the group due to decrease in the bond dissociation enthalpy. ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി കുറയുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? റെഡ്യൂസിങ് ക്യാരക്ടർ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു വട്ടം നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലബ് ചെയ്യാം. ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി കുറയുന്നു, എന്താണ് ഉണ്ടാവുന്നത്? സ്റ്റെബിലിറ്റി കുറയുന്നു അല്ലെ? ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി കുറയുന്നതോടൊപ്പം തന്നെ സ്റ്റെബിലിറ്റി കുറയുന്നു. പക്ഷേ റെഡ്യൂസിങ് ക്യാരക്ടർ കൂടുന്നു. മനസ്സിലായോ? ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി കുറയുന്നു, സ്റ്റെബിലിറ്റി കുറയുന്നു, റെഡ്യൂസിങ് ക്യാരക്ടർ കൂടുന്നു. ഇതാണ് ഉണ്ടാവുന്നത്. Reducing character of the hydride increases down the group due to decrease in the bond dissociation enthalpy. BiH3 is a strong reducing agent. Okay, മനസ്സിലായി എന്ന് എഴുതുന്നു. ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി കുറയുന്നു, സ്റ്റെബിലിറ്റി കുറയുന്നു, അതുപോലെ തന്നെ റെഡ്യൂസിങ് ക്യാരക്ടർ കൂടുന്നു. ഇതാണ് ഉണ്ടാവുന്നത്. മനസ്സിലായല്ലോ? All hydrides are Lewis bases due to the presence of lone pair of electrons. Lone pairs ഉണ്ട് എല്ലാ ഹൈഡ്രൈഡ്സിനും. അതായത് ഈ ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് ഫോം ചെയ്തുണ്ടാവുന്ന കോമ്പൗണ്ട്സ് ഹൈഡ്രൈഡ്സ് ലൂയിസ് ബേസ്ഡ് ആണ്, ലോൺ പെയർ ഉള്ളതുകൊണ്ട്. The basicity decreases in the order NH3, PH3, ASH3, SBH3 and BiH3. ഓക്കെ, ഏറ്റവും കൂടുതൽ ബേസിസിറ്റി ഉള്ളതെന്ന് പറയുന്നത് അമോണിയക്കാണ്. ഏറ്റവും കൂടുതൽ ബേസിസിറ്റി ഉള്ളത്. അത് കഴിഞ്ഞിട്ട് PH3, അത് കഴിഞ്ഞിട്ട് ASH3, അത് കഴിഞ്ഞിട്ട് SBH3, അത് കഴിഞ്ഞിട്ട് BiH3. മനസ്സിലായല്ലോ? നമ്മളത് തറയായിട്ട് പഠിക്കുക. അമോണിയക്കാണ് ഏറ്റവും കൂടുതൽ ബേസിസിറ്റി ഉള്ളത്. ഇനി അടുത്തത് ബോണ്ട് ആംഗിൾ ഡിക്രീസസ് down the group since the nitrogen atom is highly electronegative. ഞാനിത് വെറുതെ പറയുന്നു എന്ന് മാത്രം, നിങ്ങളൊരു എക്സ്ട്രാ നോളജ് വല്ല അറിഞ്ഞിരിക്കാൻ. ബോണ്ട് ആംഗിൾ അതായത് കുറയും. ഡൗൺ ദ ഗ്രൂപ്പിൽ നിന്ന് താഴേക്ക് പോകുന്നതും ബോണ്ട് ആംഗിൾ കുറയും. since the nitrogen atom is highly electronegative ആയതുകൊണ്ട്. So in NH3 there is high electron density around nitrogen atom, which causes greater repulsion between the electron pairs around an atom, resulting in maximum bond angle. നമുക്ക് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നൈട്രജൻ ആറ്റം ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആണ്.
അപ്പൊ എന്താണ് നൈട്രജൻ INH3-യിലത്തെ നൈട്രജൻ ആറ്റത്തിലത്തെ സെൻട്രൽ ആറ്റം നൈട്രജന് ഹൈ ഇലക്ട്രോൺ ഡെൻസിറ്റി ആയിരിക്കും നൈട്രജന്റെ ചുറ്റും. അപ്പൊ ഈ നൈട്രജൻ ചുറ്റും ഹൈ ഇലക്ട്രോൺ ഡെൻസിറ്റി ആകുമ്പോൾ ഗ്രേറ്റർ റിപ്പൾഷൻ ഉണ്ടാവും ബിറ്റ്വീൻ ഇലക്ട്രോൺ പേഴ്സ് അറൌണ്ട് ദ നൈട്രജൻ ആറ്റം. അപ്പോൾ ഈ നൈട്രജൻ ആറ്റത്തിന്റെ അവിടെ ധാരാളം ഇലക്ട്രോൺ ഡെൻസിറ്റി ഉള്ളതുകൊണ്ട് ധാരാളം റിപ്പൾഷൻസ് സംഭവിക്കും. ഈ റിപ്പൾഷൻസ് സംഭവിക്കുമ്പോൾ മാക്സിമം ബോണ്ട് ആംഗിൾ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ബോണ്ട് ആംഗിൾ NH3 ഉണ്ടാവുന്നത്. Since the electronegativity decreases down the group, the electron density also decreases. മനസ്സിലായല്ലോ? അതായത് നൈട്രജൻ വളരെ ഇലക്ട്രോനെഗറ്റീവ് ആണ്. അപ്പൊ അതിന്റെ ചുറ്റുമുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ അത് റിപ്പൾഷൻസ് ഉണ്ടാക്കുന്നു. അപ്പൊ അത് ബോണ്ട് ആംഗിൾ കൂട്ടുന്നു. പക്ഷേ ഇലക്ട്രോനെഗറ്റിവിറ്റി താഴേക്ക് പോകുന്നതോറും കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തുണ്ടാവുന്നു? ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയുന്നു. ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? റിപ്പൾഷൻസ് കുറയുന്നു. റിപ്പൾഷൻസ് കുറയുമ്പോൾ ബോണ്ട് ആംഗിളിന്റെ കുറയുന്നു. മനസ്സിലായോ? അങ്ങനെയാണ് ബോണ്ട് ആംഗിൾ ചെറുതായി വരുന്നത്. അമോണിയ ഹാസ് higher boiling point than PH3 ASH3 through boiling point increases down the group due to strong hydrogen bonding in NH3. വളരെ ഇമ്പോർട്ടന്റ്. അമോണിയയ്ക്ക് ഹയർ ബോയിലിംഗ് പോയിന്റ് ഉണ്ട് കമ്പയർഡ് ടു PH3-യും ASH3-യും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഗ്രൂപ്പിന്റെ താഴേക്ക് പോകുന്തോറും ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അമോണിയയുടെ കേസിൽ അങ്ങനെയല്ല ഉണ്ടാവുന്നത്. അമോണിയയുടെ കേസിൽ എന്താണ് ഉണ്ടാകുന്നത്? ഹൈഡ്രജൻ ബോണ്ടിങ് വളരെയധികം കൂടുതലാണ്. PH3 ASH3-നെ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ അതിന്റെ ബോയിലിംഗ് പോയിന്റ് വളരെയധികം കൂടുതലാണ് ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ്. ഓക്കെ, reactivity towards oxygen. Form oxide with the formula E2O3 and E2O5. E2O3 form ചെയ്യാം, E2O5 form ചെയ്യാം. The oxide in the higher oxidation state of the element is more acidic than of the lower oxidation state. Higher oxidation state ലുള്ള oxide എന്താണ്? more acidic ആണ് than lower oxidation state. Lower oxidation state ന് acidic കുറവായിരിക്കും. Acidity. The acidic character decreases down the group due to metallic character increases. Acidic character decrease ചെയ്യും. കാരണം താഴേക്ക് പോകുന്നതോറും മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ആവുകയാണ്. അപ്പൊ acidic character decrease ആവുകയാണ് ചെയ്യുന്നത്. NO2 dimerizes NO2 contains odd number of valence electron. On dimerization, it is converted into stable N2O4 molecule with even number of electron and is stable. Dimerization സംഭവിക്കുന്നു, എന്നിട്ട് N2O4 ആയിട്ട് മാറുന്നു. ഈ N2O4 even number of electrons ഉണ്ട്, stable ആണെന്ന് പറയുന്നു. Okay. The covalency of nitrogen is N2O5 is 4. N2O5ന്റെ covalency, നൈട്രജന്റെ covalency എന്ന് പറയുന്നത് 4 ആണ്. ഇത് ഞാൻ വെറുതെ എക്സ്ട്രാ നോളജ് ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഇത് മെയിൻലി പഠിച്ചു വെക്കേണ്ടത് E2O3 E2O5 ടു ടൈപ്പ് ഓഫ് ഓക്സൈഡ്സ് ആണ് ഫോം ചെയ്യുന്നത്, E2O3 and E2O5. The oxide in the higher oxidation state of the element is more acidic than that of the lower oxidation state. പിന്നെ മനസ്സിലായല്ലോ? ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള ഓക്സൈഡിന് അസിഡിറ്റി കൂടുതലാണ്, ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിനുള്ള ഓക്സൈഡിന് അസിഡിറ്റി കുറവാണ്. The acidic character decreases down the group. The oxides of E2O3 of nitrogen and phosphorus are purely acidic, that of the arsenic and antimony and bismuth. അതായത് the oxides of E2O3, അതായത് നൈട്രജന്റെയും ഫോസ്ഫറസിന്റെയും ഓക്സൈഡ്സ് വളരെയധികം എന്താ പറയാ അസിഡിക് ആണ് കമ്പയർഡ് ടു അതർ. ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്തിന്റെ ഒക്കെ ഓക്സൈഡിനേക്കാളും നൈട്രജന്റെയും ഫോസ്ഫറസിന്റെയും ഓക്സൈഡിന് വളരെയധികം അസിഡിക് ആണ്. ഓക്കെ, ഇതും കൂടി പഠിച്ചു വയ്ക്കുക. അപ്പൊ ഈ പോയിന്റ്സ് ആണ് പഠിച്ചു വയ്ക്കുന്നത്. ബാക്കിയുള്ള ഈ പോയിന്റ്സ് ഒക്കെ ഞാൻ കുറച്ചുകൂടി എക്സ്ട്രാ പോയിന്റ്സ് പോലെ തന്നു എന്ന് മാത്രം. ഇത് പഠിക്കണമെന്നില്ല, വെറുതെ അറിഞ്ഞിരിക്കുക. ഓക്കെ. Reactivity towards halogens. Form halides with formula EX3 and EX5. അപ്പൊ നമ്മൾ ഓക്സൈഡിന്റെ കേസിൽ പറഞ്ഞു E2O3, പിന്നെ എന്തൊക്കെയാണ് E2O5 പറഞ്ഞു. ഇതിന്റെ കേസിൽ ഹാലോജൻസിന്റെ കേസിലാണെങ്കിൽ EX3-യും EX5 ആണ് ഫോം ചെയ്യുന്നത്. Nitrogen does not form pentahalide due to non-availability of d orbitals in valence shell.
നൈട്രജൻ, അതായത് നൈട്രജൻ ഒരിക്കലും ഹാലൈഡ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ ഈ EX5 എന്ന് പറഞ്ഞ ടൈപ്പ് ഹാലൈഡ്സ് നൈട്രജൻ ഒരിക്കലും ഫോം ചെയ്യില്ല. കാരണം എന്തുകൊണ്ടാണ്? നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ. ഓക്കെ, നൈട്രജൻ NF3 ഒക്കെ ഫോം ചെയ്യും, പക്ഷെ ഒരിക്കലും NF5 ഒന്നും ഫോം ചെയ്യില്ല. കാരണം എന്താണ്? ഡി ഓർബിറ്റൽസ് ഇല്ല. Pentahalides are more covalent than trihalides. Higher the positive oxidation state of the central atom, more will be its polarizing power, which in turn increases the covalent character of the bond formed between the central atom and the other atom. അതായത് pentahalides ആണ് more covalent. കാരണം എന്താണ്? ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളപ്പോൾ പോളറൈസിങ് പവർ കൂടുതലാണ്. പോളറൈസിങ് പവർ കൂടുമ്പോൾ എന്താണ്? കോവാലന്റ് ക്യാരക്ടർ കൂടും. അപ്പൊ അങ്ങനെയാണ് പെൻഡാഹാലൈഡ്സ് മോർ കോവാലന്റ് എന്ന് പറയുന്നത്. അതായത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുമ്പോ പോളറൈസിങ് പവർ കൂടും, അതുപോലെ തന്നെ കോവാലന്റ് ക്യാരക്ടറും കൂടും. അറിഞ്ഞു വെക്കാം. അതുപോലെ തന്നെ all trihalides of this element except those of nitrogen are stable. In the case of nitrogen, only NF3 is known to be stable. അതായത് എല്ലാ ട്രൈഹാലൈഡ്സും of these elements, നൈട്രജൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ എലമെന്റ്സിനെയും ട്രൈഹാലൈഡ്സ് സ്റ്റേബിൾ ആണ്. പക്ഷെ നൈട്രജന്റെ കേസിൽ NF3 മാത്രമാണ് സ്റ്റേബിൾ. Trihalides except BiF3 are predominantly covalent in nature. Bi is a metallic in nature. ഇത് വെറുതെ അറിഞ്ഞിരിക്കുക. Trihalides except BiF3 is predominantly covalent in nature. BiF3 ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ട്രൈഹാലൈഡ്സും കോവാലന്റ് ആണ്. Bi is metallic in nature. Bi എന്ന് പറഞ്ഞാൽ മെറ്റാലിക് ആണ്. ബിസ്മത്ത് മെറ്റാലിക് ആണ്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വയ്ക്കുക. ഇനി reactivity towards metal. All react with the metals to form their binary compounds exhibiting -3 oxidation state. എല്ലാ മെറ്റൽസും ബൈനറി കോമ്പൗണ്ട്സ് ആയിട്ട് എന്താണ്? ബൈനറി കോമ്പൗണ്ട്സ് ഫോം ചെയ്യും, എക്സിബിറ്റിംഗ് -3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, ബൈനറി കോമ്പൗണ്ട്സ്, ഇതാണ് ബൈനറി കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ബൈനറി കോമ്പൗണ്ട്സ് ഫോം ചെയ്യും എല്ലാ മെറ്റൽസ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് എല്ലാ ഗ്രൂപ്പ് 15 എലമെന്റ്സും ബൈനറി കോമ്പൗണ്ട്സ് ഫോം ചെയ്യും, എക്സിബിറ്റിംഗ് -3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. -3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിബിറ്റ് ചെയ്തുകൊണ്ട്. എക്സാമ്പിൾ ആണ് CaN3 2, Ca3N2, Ca3P2, Na3As2, Zn3Sb2, അതൊക്കെ കോമ്പൗണ്ട്സ്. ഓക്കെ, നമുക്ക് ഒരു വട്ടം പറയാം എന്തുകൊണ്ടാണ് നൈട്രജൻ അനോമലസ് പ്രോപ്പർട്ടി കാണിക്കുന്നത്. നൈട്രജൻ ഡിഫേഴ്സ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദി എലമെന്റ്സ് ഓഫ് ദ ഗ്രൂപ്പ്. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, സ്മോൾ സൈസ് ആണ്, ഹൈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആണ്, ഹൈ അയണൈസേഷൻ എൻതാൽപ്പി ആണ്, നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽസ് ആണ്. സ്മോൾ സൈസ്, ഹൈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഹൈ അയണൈസേഷൻ എൻതാൽപ്പി ആൻഡ് നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽസ്. ഓക്കെ, മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. Unique ability to form p-pi multiple bond with itself and some other elements. Very important reason ആണ് p-pi multiple bonds form ചെയ്യാൻ പറ്റും. അതൊരു റീസൺ ആണ്. Nitrogen exists as diatomic molecule with a triple bond. Hence its bond enthalpy is very high. Triple bond ആയിട്ടാണ് diatomic molecules ആയിട്ടുള്ള നൈട്രജൻ ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. On the other hand, phosphorus, arsenic, antimony form single bond as phosphorus single bond, arsenic single bond, antimony single bond. Bismuth exists in elemental state. അതായത് നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള എല്ലാ എലമെന്റ്സും സിംഗിൾ ബോണ്ട് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ദ സിംഗിൾ നൈട്രജൻ ബോണ്ട് ഇസ് വീക്കർ. അതായത് നൈട്രജൻ സിംഗിൾ ബോണ്ട് എന്ന് പറയുന്നത് വളരെ വീക്കാണ് കമ്പയർഡ് ടു ഫോസ്ഫറസ് സിംഗിൾ ബോണ്ട്. റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ ബോണ്ട് ലെങ്ത് ആണ്. അതുപോലെ തന്നെ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഓഫ് ദ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഇസ് ഹൈ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്മോൾ ബോണ്ട് ലെങ്ത്തും അതുപോലെ റിപ്പൾഷൻസ് ഒക്കെ വളരെയധികം കൂടുതലാണ്, നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസിന്റെ റിപ്പൾഷൻസ്. അതുകൊണ്ട് തന്നെ കാറ്റിനേഷൻ ടെൻഡൻസി ഇസ് വീക്കർ ഇൻ നൈട്രജൻ. അപ്പോൾ കാറ്റിനേഷൻ ടെൻഡൻസി ബാക്കിയുള്ള എലമെന്റ്സിനെ ഉപേക്ഷിച്ച് നോക്കുമ്പോൾ കാറ്റിനേഷൻ ടെൻഡൻസി വളരെ വീക്കാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് നൈട്രജൻ അനോമലസ് പ്രോപ്പർട്ടി, അതായത് ഡിഫറെന്റ് പ്രോപ്പർട്ടി കാണിക്കുന്നത്. എന്തൊക്കെയാണ്? സ്മോൾ സൈസ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, ഹൈ അയണൈസേഷൻ എൻതാൽപ്പി, ability to form p-pi multiple bond, exists as diatomic with triple bond. അതുപോലെ എന്താണ്? സിംഗിൾ എന്താണ്? കാറ്റിനേഷൻ ടെൻഡൻസി വീക്കർ ആണ്.
അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് അവർ അനോമലസ് പ്രോപ്പർട്ടി നൈട്രജൻ കാണിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ ഇത്രയും ഈ ക്ലാസ്സിൽ ഈ വീഡിയോയിൽ നമ്മൾ ഇത്രയും പഠിച്ചിട്ടുള്ളൂ. ഇലക്ട്രോനെഗറ്റിവിറ്റി, അയണൈസേഷൻ എൻതാൽപ്പി ഒക്കെ പറഞ്ഞു, പിന്നെന്താണ് ആറ്റോമിക് അയോണിക് റേഡിയ പറഞ്ഞു, അനോമലസ് പ്രോപ്പർട്ടി പറഞ്ഞു, ഫിസിക്കൽ പ്രോപ്പർട്ടി പറഞ്ഞു, കെമിക്കൽ പ്രോപ്പർട്ടി പറഞ്ഞു, പിന്നെന്തൊക്കെയാണ് പറഞ്ഞത്, ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ പറഞ്ഞു, പിന്നെ അതിന്റെ റിയാക്ടിവിറ്റി, ഹൈഡ്രജൻ ആയിട്ടുള്ള റിയാക്ടിവിറ്റി, ഓക്സിജൻ ആയിട്ടുള്ള റിയാക്ടിവിറ്റി, ഹാലജൻ ആയിട്ടുള്ള റിയാക്ടിവിറ്റി, മെറ്റൽ ആയിട്ടുള്ള റിയാക്ടിവിറ്റി, ഇതൊക്കെ പറഞ്ഞു. ഓക്കെ, മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.